ആൽബി തുടക്കം തൊട്ടേ ആ രീതിയിലല്ല നിങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പൈസക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞോ? എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല നിനക്ക് തെറ്റിയടേ. അയാൾ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വിജയിച്ചില്ലേ? ഇവളെന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ബിഗ് ബോസിൽ വന്ന് ഞാൻ കരയില്ല. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരു അക്ഷരം മിണ്ടിയ നിന്റെ വീട്ടിൽ ഞാൻ കയറും. എന്നിട്ട് വേണം. അല്ലല്ല സൂചിച്ചേട്ടാ കരയല്ലേ? ഞാൻ കരയൂലടാ, ഞാൻ കരയൂല. ആര് കരയാണ്? സുഖ പണ്ടേ തീരുമാനിച്ച കരയൂലത്. അല്ലല്ല ഒരിക്കലും എന്റെ പൊന്നു തത്തമ്മ. എന്താ ചേച്ചി? എന്റെ പൊന്നു തത്തമ്മ കണ്ണുമില്ലേ? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ബാത്റൂമിനകത്തിരുന്ന് കരയാന്ന് വെച്ചാൽ നടക്കത്തില്ല. ആൾക്കാരുണ്ട് പെട്ടെന്ന് എപ്പോഴും ഇറക്കും. അവളെ പൊന്നെ അവളെ കിച്ചു. കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും ടിവിയിൽ വരത്തില്ലല്ലോ. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ഇതെന്താണോ കഥകളിയാ? കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ഇത് കടിക്കൂ? കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. നീ കൊറേ ഉണ്ടാക്കുന്നി. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ഞാൻ പറയും. ഞാൻ സില്ലി മാറ്റി ശ്രദ്ധിക്കാറില്ല. അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമോന്നാ ഇപ്പൊ എന്റെ പേടി. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. വെറുതെ ചിരിപ്പിക്കരുത്. ഞാൻ കണ്ടു. നീ പോടാ. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ എനിക്കൊന്നും അറിഞ്ഞൂടാതെ മറുനായോട് പറഞ്ഞു കൊടുക്കണം. കണ്ണടച്ച് കിടക്കണത് കണ്ടു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എന്നേക്കാൾ കൂടുതൽ സൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചേ. അയ്യോ അത് പ്രയോഗിക്കരുത്. ഒന്നും ഇല്ലടോ. നീ വളർത്തുന്നി. എന്ത് പ്രഹസനമാണ് സജി. അത് ഫയറാ. ഏത് ഫയറാണെങ്കിലും തീയാണെങ്കിലും ഒന്ന് ഊതിയിട്ട് എടാ ഇത് അവളൊരു പാറ ഇറക്കിയതല്ലേ? നീയും അതേ പാറ എന്നെ എടുത്ത് അങ്ങോട്ടും പ്രയോഗിക്ക. മോളേന്ന് വിളിക്കല്ലേ. എന്റെ പേര് രേണു മോളെന്നല്ല, രേണു സുധി. അത് മതി. യു കോൾ മീ രേണു സുധി. ആരാണ് സുധി? വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി. നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഇത് തൊട്ട് വിടണ്ട, അത് തൊട്ട് കളിക്കണ്ട. വേണ്ട കേട്ടോ. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ അലീഷ താനെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എന്നെ നീ ഓ ചെറിയൊരു ആശ്വാസം. വിളിക്കണോ ഒന്നും കൂടെ? നീ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എന്നെ നീ എന്ന് വിളിച്ചാ ഞാൻ വെറും കച്ചടയല്ല, മഹാ 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 കച്ചട. നാണം ഉണ്ടോടെ തനിക്ക്? നാണം കെട്ടാനെ. ഇന്നലെ എന്റെ കോൺസെൻട്രേഷൻ മാറിപ്പോയതാണ്. ഇനി അവൻ എന്റെ മുന്നിൽ വരട്ടെ. കിട്ടിമുട്ടുള്ള പവർ ഞാൻ കാണിച്ചു കൊടുക്കാം. ഞങ്ങൾക്കൊരു കത്ത് കിട്ടി. ഏത് കത്തിന്റെ കാര്യം അളിയൻ പറഞ്ഞത്? അതിൽ പറഞ്ഞിരിക്കുന്ന ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ്. വളരെ മോശമായി പോയി. അതായത് നേരത്തെ വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് കാണണോ? കാണണോ? രേണു, നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ലല്ലേ? നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യൂ. ബിഗ് ബോസ്. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. എന്താ ഉറക്കം വരുന്നു? ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. സോറി അണ്ണാ, ഡോണ്ട് റിപ്പീറ്റ്. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ
നിനക്കതൊക്കെ എങ്ങനെയാടാവുക സാധിക്കുന്നത്? എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നീ കൊള്ളാമല്ലോടി പെണ്ണെ. ഇവനാ ഈ വൃത്തികെട്ടവനാ എല്ലാത്തിനും കാരണക്കാരൻ. അവന്റെ ഒരു കലാപരിപാടി. നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ കൊന്നണ്ടല്ലോ. കണ്ട കുരുത്തക്കട കാണിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നില്ലേ? എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. ഇത് അവിടെ നിന്ന് എടുത്ത് അയച്ചാണോ മൊബൈലില്? അയച്ചല്ല, എന്റെ ചാനലിൽ ഇട്ടതാ നേരത്തെ വരുന്നതിന്റെ അന്ന്. അപ്പൊ അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? പിന്നെ അല്ല 2-3 ആഴ്ച കൊണ്ട് എന്റെ ഞാൻ ഇടാൻ വേണമെങ്കിൽ. അല്ല നേരത്തെ ഇത് മുൻകൂട്ടി കണ്ട് ഇതെങ്ങനെ ഇടും? അതാണ് ശേഖരൻകുട്ടി. പിന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. അടുത്ത ആഴ്ചത്തെ എടുത്തിട്ടില്ലേ? സത്യം പറ. എന്റെ ചാനലിൽ എടുത്തായിരുന്നു. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? അവക്കൊന്നിനും ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. വീട്ടുകാരെല്ലാം ചേർന്ന് ധൈര്യശാലികളായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ 3 പേരെയാണ്. അഭിനന്ദനങ്ങൾ. പേടിയുണ്ടോ? പേടി എനിക്ക് ഇല്ല ബിഗ് ബോസ്, ഇല്ല. പേടിയുണ്ടോ ബിഗ് ബോസ്? ഇല്ല ബിഗ് ബോസ്, പേടിയില്ല. പേടിയുണ്ട്. എന്തിനും തയ്യാറാണോ? അനീഷ്, യെസ് ബിഗ് ബോസ്. ഒന്നാമത്തെ കാർഡ് തുറന്നു വായിക്കൂ. അത്രേ ഉള്ളോ? ദാ വരുന്നു. BB ഡിമാൻഡ് 7ന്റെ പണി. ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ സംസാരിക്കാൻ പാടില്ല. സത്യം പറഞ്ഞ ഇവന്റെ ദുരന്തങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. ഇതാണ് ഒന്നാമത്തെ ചലഞ്ച്. ആര്യൻ, രണ്ടാമത്തേത് തുറന്നു വായിക്കൂ. ഹെൽപ്പ് ചെയ്യൂ. അനീഷ്, വായിക്കാം. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. നീ എന്നെക്കാളും സ്മാർട്ടാണെന്നാണ് നിന്റെ വിചാരം. ഇതൊന്നും വായിക്കൂ. എന്തൊരു അനുസരണ. ഞാനങ്ങനെ നല്ലട്ടാ ഉദ്ദേശിച്ചേ. അനീഷ്, ടാസ്ക് തുടങ്ങിയിട്ടില്ല, അത് വായിക്കൂ. എന്താ പുള്ളി കാണിക്കുന്നേ? ഇതുപോലത്തെ കോമഡി പീസ്. അത്രേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാനൊക്കിടന്നില്ല. ബിഗ് ബോസ് പറഞ്ഞു വായിക്കാൻ. അത് നടക്കില്ല. ടാസ്ക് തുടങ്ങിയിട്ടില്ല. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അനീഷ ടാസ്ക് തുടങ്ങിയിട്ടില്ല. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. രണ്ടാമത്തെ കാർഡ് അനീഷ് വായിക്കൂ. ബിഗ് ബോസ്. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഗതി കൊടുക്കരുത്. ടാസ്ക് തുടങ്ങിയിട്ടില്ല. ഗണപതി, ഞാനാണ് കുറ്റക്കാരൻ. ഞാനാണല്ലോ ഈ കലാരൂപത്തിന് ഇങ്ങോട്ട് കയറ്റിയത്. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. എന്താണ് അക്ബറിന്റെ പ്രോബ്ലം? ഇത്ര അഗ്രഷൻ, ഇത്രയും ദേഷ്യം അക്ബറിന് എന്തിനാണ്? നിനക്ക് മുഖത്ത് തുമ്പത്താണോ ദേഷ്യം? എല്ലാ കാര്യത്തിലും അക്ബർ ഭയങ്കര ദേഷ്യമാണ്. ഞാൻ പല പ്രാവശ്യം വാൺ ചെയ്തു. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, ബോഡി ലാംഗ്വേജ്, ഇത് സഹിക്കാൻ പറ്റില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. കിടന്നടി ഉണ്ടാക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് ആൾക്കാർ കാണുന്നല്ലേ. അക്ബർ വീട്ടിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും താങ്ക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. നിങ്ങൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന വിധം, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യം, ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് 24/7. നിയമം വ്യക്തികളായി മാറുന്ന ശരിയാണ്. മാത്രമല്ല ഞാൻ കണ്ടത് അക്ബർ ആ പില്ലോ എടുത്ത് അയാളെ എറിയുക. എന്താ കാര്യം? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അത് ദേഹത്ത് കൊണ്ടാൽ അത് മാത്രം പോരെ ഒരു പ്രശ്നത്തിന്? നമ്മുടെ പ്രോപ്പർട്ടി എടുത്ത് അങ്ങോട്ട് എറിയുക, കുപ്പി എടുത്ത് അടിക്കുന്നു പറയാ വേറൊരാള്. ഇതെന്താണിത്? ഊക്കനൊരു തെളിവോട് കൂടി ഞാൻ നിന്നെ പിടികൂടാൻ പോകുന്നു. ബിഗ് ബോസ് ആ വളരെ പാവപ്പെട്ട അക്ബറിനെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ കുറച്ച് ഓവറായില്ലേ? മോശമായി പോയി.
നന്നായിട്ടുണ്ട്. എനിക്കിവിടെ പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ. ഓൾറെഡി ടാസ്ക് ഇപ്പോൾ മുതൽ ഓരോ സെന്റൻസും ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണിയൊക്കെ തുമ്പത്താദേശം. ഇങ്ങനെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു മിടുക്കനാണെന്ന് തോന്നുന്നുണ്ടോ? കയ്യടിയും ആവേശമൊക്കെ കണ്ട് വലിയ ഹീറോ ആണെന്നാണോ വിചാരം? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയ ആൾക്കാർ കണ്ടിട്ടോ അക്ബർ വലിയ ഒരാളാണ്, അക്ബറിന് വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും മതി മതി, ഇനി താൻ പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോപാലകൃഷ്ണ. പിന്നെ എന്താണ് കാണിക്കുന്നത്? എത്ര പ്രാവശ്യം ഇത് പറയണം? നമ്മള് മാത്രം തെറ്റ് ചെയ്തു പറയുമ്പോ ആയിക്കോട്ടെ, അതിനെന്താ? അത് കൺട്രോൾ ചെയ്യണം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോ ഇങ്ങനെ ഒരു അഭിപ്രായം കാണിക്കേണ്ടി വന്നു. ക്ഷമിക്കാം. വലിയ വർത്താനമൊന്നും വേണ്ട. അക്ബർ മാത്രം എന്താണ്? അക്ബർ മാത്രമല്ല, വേറെ ആൾക്കാരെ ഞാൻ പിടിക്കുന്നുണ്ട്. എന്ത് ഭാഷയാണ് നിങ്ങൾ പറയുന്നത്? അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. എന്താണ് ഒനിയിൽ? അഭിലാഷ് അതുപോലെ എന്താണ് അഭിലാഷ് നിങ്ങൾ സംസാരിക്കണത്? എനിക്ക് മനസ്സിലാവില്ല. ഒനിയിലൊക്കെ എന്തൊക്കെയാണ് പറയണത്? കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. എല്ലാത്തിൻ്റെ കൂടെയും പറയാണ്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കണ്ടു നോക്കും. ഇത് പറ്റുന്നെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. ഒരു ദാക്ഷിണ്യമില്ല. പോട്ടെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞു. പറയുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത്. റെനയുടെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്, കൺമഷി യൂസ് ചെയ്യുന്നുണ്ട്. കാണിച്ചുതരാം. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. സർവാധിപ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതിനിങ്ങനെ തല്ലുകൂടുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ആർക്കും എന്താ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവത്തെ? എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. ബിഗ് ബോസ്, എനിക്കിതൊന്നും പറ്റത്തില്ല. സീരിയസ്ലി എനിക്ക് പറ്റത്തില്ല. ലിപ്സ് ഒരിച്ച് എനിക്കിതൊന്നും ഇഷ്ടമല്ല. ബിഗ് ബോസ് പ്ലീസ്. എന്താ ഞാൻ പറയും മോളോട്? ബിഗ് ബോസ് ഒന്നില്ലെങ്കിൽ അനുമോള് അല്ലെങ്കിൽ ഞാൻ. ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത്. ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടേ. ഷെയർ കൊടുത്ത് പറഞ്ഞേക്കണം, ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇത് കാര്യം പറയാ, അനുമോള് അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും പുഷ് ചെയ്യാണ്ട് പിന്നെ വേറെ എന്താ ചെയ്യേണ്ടത്? ശരിയെന്ന് വെച്ചേക്കാൻ നിങ്ങളാരാ വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. ഇനി ബിഗ് ബോസ് അനുമോൾക്ക് അനുമോളിനെ മാത്രമായിട്ടാണ് ഇങ്ങനെ പാമ്പർ ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ ഷോ എന്ന് ക്വിറ്റ് ചെയ്യും. ആ വർത്താനം പറയരുത്. അലയനേക്കാളും ഉള്ളിയും കൊട്ടോടും കണ്ടോനാണ് ഞാൻ. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്യും. മനസ്സിലായോ? ഞാൻ ക്വിറ്റ് ചെയ്തിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ പാടില്ല. ഒന്നെങ്കിൽ അയാള് അല്ലെങ്കിൽ ഞാൻ. ആര് വേണമെന്ന് ഇപ്പൊ തീരുമാനിച്ചു പറയണം. നീ ഇത്രയും വലിയൊരു തെണ്ടിത്തരം ചെയ്തിട്ട് മോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനെക്കാട്ടി നിന്നെ പോലുള്ളൊരു മെനക്കെട്ട ഗെയിമറിനെ കൂടിയിട്ട് കളിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായില്ലേ? ഗെയിം ഞാൻ ക്വിറ്റ് ചെയ്യും ഷോയിന്ന്. ശിക്ഷ നടപ്പാക്കുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ നാളത്തെ ഫസ്റ്റ് ബസ്സിന് ഞാനും അവളും തലമിടും. ഓ, ഇത് വലിയൊരു ശല്യമായില്ലോ. അനുമോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോയിൽ ഇല്ല. കാരണം ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നില്ലെങ്കിൽ അനുമോൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നല്ല നടപടി എടുക്കണം, അല്ലെങ്കിൽ അനുമോൾ ഇവിടെ നിന്ന് എവിക്റ്റ് ചെയ്യണം. ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം, അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല. ഇവിടെ എവിക്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും. അതെ. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. യെസ് ബിഗ് ബോസ്, ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. നോ, ദിസ് ഇസ് മൈ. അതെന്താ? അതാണ് തീരുമാനമെങ്കിൽ അതിൽ ആ 100 പുറത്തു പോവാനായി ഉമ്പി പ്രധാന വാതിൽ തുറന്നു തരുന്നതാണ്. ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുമ്പോൾ ആലോചിക്കണം. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനെ പുറത്താക്കിയിട്ട് നീ ഇവിടെ നിൽക്കണമെന്നില്ല. അത് ശരി. അത് ഈ ഇട്ടിയച്ഛന്റെ ഒരു വാശിയാ. ഓക്കേ ബിഗ് ബോസ്, ഷുവർ, താങ്ക് യു. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. നോ, ഐ സെഡ് ഭാഷ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. ഞാൻ പോയിക്കോളാം. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഞാൻ പോകും. വലിച്ചു നടക്കണത്.
വേറെ പ്രശ്നമുണ്ട്, നമ്മൾ ഇങ്ങോട്ടാ പോണ്ടേ? കുഞ്ഞുട്ടാശാരി ആരാന്ന് കാണിച്ചു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. എല്ലാവരോടും പറയാണ് ഗുഡ് ബൈ. തിരിച്ചു വിളിക്കാൻ ഇപ്പൊ വിളിക്കണം. ഈ പടി കടന്നാ പിന്നെ എന്നെ കിട്ടൂല. പടി വേഗം കടക്കടാ. പിടി. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ആര്യനെല്ലാം ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉള്ളതായിട്ട് ആര്യന് തോന്നാം. എനിക്കോ? ആരാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? അത് ഈവൻ ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോഴും ഒരു ഗെയിം ആയാലും ഞാനില്ല. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. ഇന്നലെ പിന്നെ പണിപ്പുരയെ പോകുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു ഞാനില്ല. ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നു ഞാനില്ല. അത് വെറുതെ ഞാൻ അവളെ പറ്റിക്കാൻ പറഞ്ഞ. ബിഗ് ബോസ് അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ പ്ലീസ് ഞങ്ങളും കൂടെ അറിയട്ടെ എന്താ ട്രാജഡി? ഇല്ല, ഞാനതൊരു സ്ട്രാറ്റജി ആയിട്ട് ഞാനില്ലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരും ഇല്ലാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കളി ജയിക്കും വിചാരിച്ചിട്ട് സ്ട്രാറ്റജിക്കൽ മൂവ് ആയിരുന്നു ലാലേട്ടാ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. വേറെ ഒരു പേരും സൈക്കോളജിയുടെ അർത്ഥം വേറെയല്ലേ? കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. അതിന്റെ അർത്ഥം റിവേഴ്സ് സൈക്കോളജിയുടെ അർത്ഥമൊക്കെ വേറെയാണ്. ലാലേട്ട ഒരു മെന്റലിസ്റ്റ് കളിയായിരുന്നു ലാലേട്ട. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഞങ്ങൾ മനസ്സിലാക്കുന്നത് ടോട്ടലി ഈ ബിഗ് ബോസ് വീടിനോടും ടോട്ടലി ഈ ഗെയിമിനോടും ഒക്കെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതായിട്ട് തോന്നുന്നു ആര്യൻ. കണ്ടാൽ അലവലാതി ലുക്ക് ഉണ്ടെങ്കിലും ഞാൻ ശരിക്കും ഡീസന്റ്. അത് ആര്യനൊന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ 7ന്റെ പണി കിട്ടും. മര്യാദെങ്കിൽ പണിക്കൊരു മര്യാദ, പേശക പണിക്കൊരു മഹാപേശകം. കാര്യം എനിക്കറിയാം. അതായത് ഞാൻ ആര്യന്റെ അടുത്ത് എന്താണ് ഹെൽമെറ്റ് വെക്കണോന്ന് ചോദിക്കുമ്പോ കുളിക്കുമ്പോ വെക്കണോ, എനിക്കതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല, പിന്നെ കിടക്കുമ്പോ വെക്കണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനും ബുദ്ധിയുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എനിക്ക് തിരിച്ചു പറയാൻ അറിയാം. ഈ കാറിൽ സഞ്ചരിക്കുന്ന ഈ ഞാനും ഇത്തിരി പെശകാണ്. കുളിക്കുമ്പോ വെക്കോ? ഒരിക്കലില്ല. കുളിക്കുക ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടില്ല. ഞാൻ ഉറങ്ങുമ്പോ മാത്രം ചോദിച്ചോളൂ. നമ്പർ ഒന്ന് ഇറക്കാൻ നിൽക്കണ്ട. എന്നോട് ചോദിച്ചോ ആണോ? ആര്യൻ അത് ഓർക്കുന്നില്ലെങ്കിൽ അതെന്റെ കുഴപ്പമില്ല. സത്യം. കുളിക്കുമ്പോ വെക്കാമോ? അപ്പൊ ഞാൻ പറഞ്ഞു കുളിക്കുമ്പോ വെക്കാം. കുളിക്കുമ്പോ അത് മാറ്റി വെച്ചു. കിടക്കുമ്പോ വെക്കാമോ? എന്റെ അടുത്ത് സോറി ഒന്നും പറയണ്ട മോനെ. കേട്ട് പഠിക്കടാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഇതെന്തറിയോ, ഞാനിത് എത്രയോ ആൾക്കാരെ കണ്ടിട്ട് വരുന്ന ഒരാളല്ലേ ഞാൻ ഈ ഗെയിം കളിക്കാൻ. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. എന്നോട് കളിക്കൂ, ധൈര്യം ഉണ്ടെങ്കിൽ കളിച്ചോളൂ. ഞാൻ തിരിച്ചു പറഞ്ഞു അത് നീ താങ്ങില്ല, നിനക്ക് ജയിക്കാനാവില്ല. അല്ലാതെ ഞാൻ പറയട്ടെ, എനിക്ക് ആര്യനോട് പ്രത്യേകിച്ച് ഒരു വിരോധമോ കാര്യങ്ങളോ ഇല്ല. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. നമുക്ക് നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഒരാളുടെ ഒരു ചലനം പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഞാനിത് 7ാമത്തെ വർഷമല്ലേ ചെയ്യുന്നത്. അതും ശരിയാ. നമുക്ക് അത്യാവശ്യം ഒരാളുടെ റിഫ്ലക്സുകൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ചീള് കേസ് റിപ്പീറ്റ് ചെയ്യാതെ മക്കൾ മര്യാദയ്ക്ക് കളിക്കൂ. ഞാൻ ഇത്രയും ദിവസം ഇവനൊരു ലൈഫ് ഉള്ളതാണ്, ഇവക്കൊരു ലൈഫ് ഉള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഈ ജനങ്ങളോട് വിളിച്ചു പറയാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെയാണല്ലോ. എന്റെ ബെഡിൽ വന്ന് കിടന്നാൽ നന്നായിട്ട് ഇവരെ ബെഡിലുള്ളത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ആയതിനാൽ നിക്ക് മോനെ നിക്ക്. കാണിക്കാൻ പാടുള്ള കാര്യം നിങ്ങൾ കാണിച്ചു. എന്താ കാണിച്ചത്? കള്ളം പറയരുത്. എനിക്കൊന്നും അറിഞ്ഞൂടാ. മനസ്സിലാകുന്ന ഭാഷ പറയണം. നിങ്ങളെന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഫസ്റ്റ് ഡേ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, എല്ലാം ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ജിസേൽ ഇവിടെയാണ് കിടക്കുന്നതും ജിസേലിന്റെ തല ഇവിടെയും അവന്റെ തല ഇവിടെയും. നീ കണ്ടതെന്താണെന്ന് പറ. ഇവർ തമ്മില് വരുന്നു, വീണ്ടും വരുന്നു, വീണ്ടും ബെഡ്ഷീറ്റ് ആക്കിയിട്ട് വീണ്ടും നോക്കുന്നു. അതെ, എന്റെ കണ്ണുകൊണ്ട് കണ്ടളയാ.
അത് മറ്റേ കേസിന് എന്താണ് ഒരിക്കലില്ല. നിന്റെ ആ പഴയ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോ. എപ്പോഴും സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിത്വമുള്ള വ്യക്തികൾക്ക് ചേർന്നതല്ല ശിവ. അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ ശരിക്കും കണ്ടത്. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. വേറെ സെക്ഷലി അതൊന്നും അല്ല ഞാൻ കണ്ടത്. പിന്നെ എന്താ കണ്ടത്? ഒരു പെണ്ണ് ചെക്കന് അടുത്ത് വന്ന് ഇരുന്ന് എന്താണ് ചെയ്യുന്നത്? ഉമ്മ കൊടുക്കും, കിസ് ചെയ്യും. എന്തൊക്കെയാ മാത്തച്ചായി പറയണത്? കേറി പിടിച്ച് ഉമ്മം വെച്ചു. അയാളുടെ പല്ലുകൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട്. കാണെങ്കിൽ വാ. യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യ അനുഭവം. ഡാഡി ഞാൻ പറയുന്നു. അവളെന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്നോട് കളിച്ച അവളെ ഞാൻ കുരിച്ചിരുത്തി കൂപ്പിരിടിച്ച് ചവിട്ടുകൊണ്ടി തടിച്ചിട്ട് പൊട്ടിച്ചതും. ഈ കാണിക്കുന്ന വളരെ ചീപ്പായുള്ള കാര്യമാണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കൊണ്ട് ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ആദ്യം ഒരുമിച്ചായിരുന്നു, പിന്നെ കുറച്ചുകൂടി അടുത്തു, പിന്നെ അവനും കുറച്ചുകൂടി. എന്നിട്ട് ഇവൻ നോക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ടോ എന്ന്. കാരണം ഞാൻ കള്ള ഉറക്കമായിരുന്നു, ഉറങ്ങുന്നതായിട്ട് ഭാവിച്ച് കിടക്കായിരുന്നു. ഒരു പ്രത്യേക ജീവിതല്ലേ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഓ, ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. ഇത്രയും ദിവസം അനുമോൾ ഇത് പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു കൂടെ പറ. അമ്മയെ പറഞ്ഞു. അതെനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം പെട്ടെന്നായിരുന്നില്ലേ, ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സാധിച്ചില്ല. ആരടുത്തും കയറി ചെന്ന് പ്രൈവസിയിൽ ഇടപെട്ട് ചമ്മി അവിടെ സാഹചര്യം ചൂഷണം ചെയ്യരുത്. You guys are so jealous of me. Why you guys are so jealous of me? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. That is my കഴിവ്. Such a jealousy girl. Oh my god. മതി വലിയ ആളാവണ്ട. പ്രൈവസി അറിയാൻ ഇവളോട് ആരാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? എനിക്ക് ഹേർട്ട് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ മനുഷ്യന്റെ മേക്കിട്ട് കയറാൻ വരല്ലേ. അല്പനേരം ശാന്തരായിരിക്കുക. എടാ, ഇവള് നമ്മളെക്കാളും തറയടാ. Fish. I don't give a fish. I don't give a fish. I don't give a fish. Yeah, exactly. പക്ഷെ കോമാളി എന്നും കോമാളിയാണെന്നുള്ള സത്യം നീ മറക്കരുത്. വക്കീല് കണ്ടോ ആരാരെ പൂട്ടുവന്നു. ഇതൊക്കെ രണ്ടാളെയും താങ്ങണം. അപ്പൊ ആരായിരിക്കും വെയിറ്റ് കൂടുതല്? ഒന്ന് അക്ബർ, ഒന്ന് ശരത്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇത്തിരി ശരത്തേട്ടൻ ഇത്തിരി വെയിറ്റ് കുഴപ്പമില്ല. ഇതിങ്ങനെ അതെങ്ങനെ പോകും അല്ലേ? ഇമേജുകളല്ലേ. നീ ഓവറായോണ്ടാണ് ഞാൻ പറയണത്. ഡാൻസും വേലത്തരം ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. ഒരു നേരം അക്ബർ, ഒരു നേരം ശരത്, ഒരു നേരം അക്ബർ, ഒരു നേരം ശരത്. അല്ല, ഞാൻ ഒറ്റയ്ക്ക്. ഡാഡി ആലിബിനെ കൊണ്ട് അവർ സർവൈവ് ചെയ്യുന്നത് ആണോ? ആലിബിനെ നിന്റെ ഈശ്വരിട്ടിട്ടല്ലോ. ഇങ്ങോട്ടൊന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഓ, എന്റെ തലയിൽ കുശാഗ്ര ബുദ്ധി തെളിയുന്നടി. ഇൻഡിവിജ്വൽ വരാനുള്ള ഇതേ ഉള്ളൂ. ബിഗ് ബോസ് കപ്പിളായിട്ട് വിളിച്ചേക്കുന്ന ഇൻഡിവിജ്വൽ വരാനുള്ള ഇതേ ഉള്ളൂ. ആ ചെറുക്കനായുള്ള ഇതുണ്ടാവൂലായിരിക്കും. തിരിച്ചടിക്കാൻ എനിക്കും അറിയടാ. ഇൻഡിവിജ്വൽ വരാനുള്ള ഇതേ ഉള്ളൂ. ആ ചെറുക്കനായുള്ള ഇതുണ്ടാവൂലായിരിക്കും. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഗ്രൂപ്പിന്റെ ഉള്ളിലൊന്നും സംസാരിക്കാനുള്ളൂ, മുഖത്ത് നോക്കി സംസാരിക്കാൻ. ഞാൻ സാധാരണ ടിവിയിൽ ഇത് കണ്ടുകൊടുക്കുമ്പോഴേ ഇവരുടെ ഒച്ച കേൾക്കുമ്പോഴല്ലോ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. ഇവരുടെ ഒച്ച കേൾക്കുമ്പോഴല്ലോ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. ഞാൻ അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യും. വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി മ്യൂട്ട് മാറ്റിട്ടേ. ഇങ്ങനെ ചെവി തല കേൾപ്പിക്കാത്ത ഒരു പെണ്ണ് വേറെ ഇല്ല. തള്ള സഹിക്കത്തില്ല. അത്രയ്ക്ക് ബോറായിരുന്നു. അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നോ? നിങ്ങൾക്ക് നാണം ഉണ്ടോ? തനിക്ക് നാണമില്ലേടോ? ഇല്ല. അത് തന്നെ. എന്തൊക്കെ കാണിക്കുന്നത്? ഇതൊരു ഷോ അല്ലേ? അടുത്ത കാലത്തായി നിങ്ങളുടെ പെരുമാറ്റത്തിൽ വളരെയധികം മാറ്റമുണ്ടെന്ന് അവർ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ കണ്ടോ? കണ്ടായിരുന്നു. നിങ്ങൾ 2ാമത്തെ ദിവസം നിങ്ങൾ ജയിലിലായിരുന്നില്ലേ? ഇല്ല. എനിക്കത് ഓർമ്മയില്ല. 2ാമത്തെ ജയിലിൽ കിടന്ന് കണ്ടോ? ജയിലിൽ കിടന്നല്ല കണ്ടത്. പിന്നെ എന്താ നിങ്ങൾ കണ്ട? അതിപ്പോ പറയാൻ കഴിയില്ല. ഇവര് രണ്ടുപേരും ഒരുമിച്ച്. ശരി, ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി. ഞാൻ US-ലാണ്, ഞാനും നോക്കി. ഞങ്ങൾ അത് കണ്ടിട്ടില്ല. എന്റെ ദൈവങ്ങളെ, അങ്ങനത്തെ കാര്യം അങ്ങനെയൊക്കെ വഴിയില്ലോ.
ഞാൻ കണ്ടത് തെറ്റാണോ ശരിയാന്ന് ഞാൻ പറഞ്ഞില്ല ലാലേട്ടാ, പക്ഷെ ഞാൻ കണ്ടു. ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ, സത്യ. അതിൽ ഞാൻ ഉറച്ചു അതെങ്ങനെയാണ് ബാക്കി ആരും കാണാത്തൊരു കാര്യം, ഞങ്ങളെ പോലും കാണാത്തൊരു കാര്യം നിങ്ങൾ കാണുന്നു? പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല, അതോ വരണ്ടോ? ഞാൻ വരട്ടൊന്നുമില്ല. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ നിന്ന് ഞാൻ തല്ല് വാങ്ങിക്കും. ഇത് ശരിയും തെറ്റിന്റെ കാര്യമൊന്നല്ലേ വെച്ചേ, ഇവിടെ നടന്ന കാര്യമാണ്. ഒരാൾ പുതപ്പ് കൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക, എന്തൊരു ഒരാൾ കൂടെ പോയി കിടക്കുക, എന്തൊരു നാണം കെട്ട ഒരു ആക്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുത്തി ഇതൊക്കെ വരുത്തി വെച്ചത്. കഷ്ടകാലം തലക്കും ഇതൊക്കെ കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു. ഇത് എന്തൊക്കെയാണ് ആവോ അനുഭവിക്കാൻ പോകുന്നത്. നൂറ, അതില നിങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അനുമോളുടെ കൂടെ നിന്ന്. എന്തെന്നറിയില്ല. വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകളെന്ന് സ്വയം ചിന്തിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു ആക്ടിന്റെ കൂടെ നിൽക്കാൻ എന്താ കാര്യം? പൊതുപ്പെടുത്തുണ്ടോ നിങ്ങളല്ലേ? അതെ സർ, അങ്ങനെ ഒരു അപകടം പറ്റിപ്പോയി. കൊറേ കാലായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത്. പൊതുപ്പെടുത്തുകൊണ്ടുവരുന്നു, കിടത്തുന്നു, എന്തൊരു നാണക്കേടാണ്. ലാലേട്ട എല്ലാവർക്കും ഇത് എന്താണെന്ന് ക്ലാരിറ്റി കിട്ടാൻ ഇങ്ങനെയാണോ കാണിക്കുന്നത്? പക്ഷെ നിങ്ങളല്ലേ ഇതൊക്കെ എന്താണ് പുതപ്പെടുത്തുകൊണ്ട് കൊടുക്കുന്നത്? ആലോചിക്ക്. എന്നിട്ട് ഇത്രയും ആൾക്കാർ കാണുന്ന സ്ഥലത്ത് രണ്ട് പെൺകുട്ടികൾ കിടന്ന പുതപ്പിന്റെ അടിയിൽ കാണിക്കുക, എന്തൊരു മോശമാണ് കുട്ടികളെ. ഈ പാവം പയ്യനോട് കാണിച്ചത് വളരെ മോശമായി പോയി. എന്ത് കണ്ടു പുതപ്പിന്റെ അടിയിൽ? പുതപ്പിന്റെ അടിയിൽ എങ്ങനെ എന്താ കണ്ടത് നിങ്ങൾ? എനിക്ക് കിടക്കുന്ന ഭാഗത്ത് നന്നായിട്ട് കാണാൻ. ഈ പൊട്ടന് വിവരില്ലാണ്ട് ഓരോന്ന് പറയണതാ സാർ. എന്ത് കാണും? നിങ്ങൾ ഇപ്പൊ ഇതുവരെ പറഞ്ഞില്ലല്ലോ, എന്ത് കണ്ടു എന്ന് പറയോ? അവർ തമ്മില് ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ലാലേട്ടാ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ്. ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത്. ഓഹോ, അപ്പൊ ഞങ്ങളാരും കണ്ടില്ലല്ലോ അത്, നിങ്ങൾ മാത്രം എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളാരും കണ്ടില്ലല്ലോ, ഞങ്ങളിത് മുഴുവൻ പരിശോധിച്ചല്ലോ ക്യാമറയിലൂടെ. അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു. ഏതാണ്ട് 5-6 മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ നിന്ന് ആൾക്കാർ കണ്ടു. ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരാന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? അതെനിക്കറിയില്ല. അതെനിക്കറിയില്ലെന്ന് അങ്ങനെ പറഞ്ഞാൽ അതാണ് ആൻസർ. അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്ന തോന്നിയ ദിവസം പറഞ്ഞിട്ട് തന്റെ പോറാട്ട് നാടൻ ഈ കുര്യച്ചന്റെ അടുത്ത് വേണ്ട. എന്റെ അടുത്താ കളി. ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. വളരെ വഴിതെറ്റിച്ചല്ലോ. അതിന് ഞാനൊന്നും പറഞ്ഞു. കഷ്ടം. ഇരുന്ന് കഴിക്കേ. ഞാൻ കണ്ട കാര്യം പറയുന്നേ. സാധനത്തിന്റെ കരച്ചിൽ വെക്കുമ്പോ എനിക്ക് അവിടെ നിന്നൊക്കെ ചൊറിഞ്ഞ് കയറുവോ? അനുമോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. ഏട്ടാ, എനിക്ക് കിടക്കുന്ന എന്റെ ബെഡിന്റെ അവിടെ നിന്ന് എനിക്ക് കിടക്കുമ്പോ നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ അധികം നീ ഉദ്ദേശിക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? സമാധാനമായ പുതുതായിട്ട് വന്ന ആൾക്കാർ ഡെമോൺസ്ട്രേറ്റ് എണീക്കൂ, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ ഒരാള്. ജിഷിൻ, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ? കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. മസ്താനി, എന്തൊക്കെയാണ് കുട്ടി ഇതൊക്കെ? നിങ്ങളുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അത് പിന്നെ വെറുതെ എന്റെ റേഞ്ചിലൊക്കെ വരല്ലേ ഗിരീശ. ഞാൻ പരിധി വിട്ടാ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ. എന്ത് പറഞ്ഞിട്ടാണ്? കണ്ണുകൊണ്ട് നോക്കണ്ട, കാര്യം പറഞ്ഞാൽ എന്റെ അടുത്ത് നോക്കി സംസാരിക്കണം. ഞാനല്ലേ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്നോടല്ലേ മറുപടി പറയണ്ട. ഇൻസൾട്ട് ചെയ്യണേ മോളെ. എന്താ എന്തിന്റെ അസുഖമാണ്? നല്ല അടി കൊള്ളാത്ത കേടാ. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ലെന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കണ്ടത് മാത്രം. എനിക്ക് വിറച്ച് വരുന്നു. ഇതുകൊണ്ട് ഞാൻ കാണിച്ചു തരട്ടെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നാണ്. ഞങ്ങൾ കാണിച്ചു തരട്ടെ. ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. കാണിച്ചു തരട്ടെ. ഞാൻ ഗെയിമില് ബൂസ് ടെലികാസ്റ്റ് ചെയ്തത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുറത്ത് ഇവരുടെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ സംസാരിക്കാൻ. എന്താ ഡബിൾ ഡാഡി സിൻഡ്രോമോ? അതെന്നെ വിളിച്ചു കേക്കൂ. പിന്നെന്താ പീനട്ടോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്താണെന്ന് കേട്ടോ. വെളച്ചില്ലാതെ എടുക്കരുത് കേട്ടോ. വലിയൊരു കൊമ്പി വന്നിരിക്കുന്നു. നാണം കെട്ട് നാശമായി. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. അതൊക്കെ മേലെ മേലെ. മസ്താനിയെ കുറിച്ചുള്ള പരാതി പറഞ്ഞവരൊക്കെ ഒന്ന് എണീക്കോ.
നോക്കൂ മസ്താനി, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. അതായത് ബേസിക് ആയിട്ട് പുറത്തുനിന്നുള്ള വിഷയങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചു എന്നുള്ളത്. റെനന്റെ ഫാമിലിയിൽ ഒരാളെ ആരാന്ന് ഞാൻ പറയുന്നില്ല, റെനന്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട്. റോക്കറ്റിന്റെ മലയാളം റോക്കറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാ തുറന്ന തെറിയുടെ പൂരാ. നീയൊക്കെ ആരാന്ന് നിന്റെയൊക്കെ വിചാരം? എന്താ അല്ലി വൃത്തിയേട് പറയുന്നോണ്ട് ചോദിച്ചതാ. വീട്ടിലുള്ള ഒരാളെയും അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കണ്ണി ചോരയില്ലാത്ത എനാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ കണ്ണിൽ ആവശ്യത്തിന് ചോരയൊക്കെ ഉണ്ട്. നോക്ക്, വിളിച്ചത്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. നമുക്ക് ഇത് ഒരു നല്ല പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല. കാര്യം ബാക്കി എല്ലാവർക്കും മസ്താനിയെ കുറിച്ച് കംപ്ലൈന്റ് ആണ്. നിങ്ങൾ നോക്കാനും ശ്രദ്ധിക്കാനുമാ നിങ്ങളുടെ അച്ഛൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ ഒരു ചെറിയൊരു പണിഷ്മെന്റ്, ശിക്ഷ നിങ്ങൾക്ക് തരാൻ പോവാണ്. അടുത്ത 2 ആഴ്ചയിൽ നിങ്ങൾ എവിക്ഷനിൽ വരും. എനിക്ക് വേറെ പറയണ്ടോടാ? ഓർക്കണം, കൊടുത്ത കൊല്ലത്തും കിട്ടും. പാത്രം കഴുകാം. ഞാൻ പോവൂല, അങ്ങോട്ട് ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ അനീഷേട്ടനെ പറഞ്ഞുവിടാം. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇത്തിരി കൂടി കൊടുക്കടാ, ഞാൻ വരാം. ഒരു കൈ സഹായിക്കുകയാണെങ്കിൽ നമുക്കിത് വേഗം തീർക്കാം. അത് നടക്കില്ല. അനീഷേട്ടാ, ആദില പാത്രം കഴുകാൻ വരുന്നില്ല, ഒന്ന് വിളിച്ചേ. അത്രേ ഉള്ളോ? ദാ വരുന്നു. അതിലെനിക്ക് സൗകര്യമില്ല, എനിക്ക് പറ്റില്ല സാർ, എനിക്ക് സൗകര്യമില്ലെന്ന്. കഴുകൂല. എന്റെ അമ്മേ, ജോലി കിട്ടണേന് മുമ്പ് ഇങ്ങനെ എന്നെ വെറുപ്പിച്ച ഞാൻ ഒരുത്തം പറയണം കേൾക്കൂല. അയാൾ പോകുന്നു. എന്നെ നോയിച്ചാണ്ടല്ലോ, ആദില കഴുകൂല. ഞാൻ പറഞ്ഞല്ല, ഒരു തന്തേ ഉള്ളൂ എങ്കിൽ ആദില കഴുകൂല. അനീഷിനെ തറയിൽ അനീഷ് മാറ്റേണ്ടി വരും. അല്ല പിന്നെ ഇത് എന്റെ അപമാനത്തിന്റെ പ്രശ്നം. എന്റെ വായിന്ന് എന്തെങ്കിലും പോയാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിരിക്കട്ടെ, ആ ഗമ ആശാ തന്നെ വെച്ചോ. എനിക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നും തരണ്ട. ഞാൻ സാമാനത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. കൺട്രോൾ യുവർ വേർഡ്സ്. എനിക്ക് വായി തോന്നുന്ന ക്യാമറ. എന്ത് കൺട്രോൾ യുവർ വേർഡ്സ്? മര്യാദ തുടങ്ങിയതല്ലേ. ഞാൻ എണിച്ചു പോടുന്നു. ഞാൻ എണിക്കുന്നില്ല. ഇതെന്താ രാവിലെ ലൈറ്റ് സൗണ്ട് തമ്മിൽ അങ്ങോട്ട് ഉടക്കിയാ? ഏയ് ഇതെന്നും പതിവുള്ളതല്ലേ, ഞങ്ങള് പാത്രം കഴുകാതില്ല. ഞാൻ പോണേന്ന് വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? നിക്കല്ലേ. എടാ ഒന്നിങ്ങോട്ട് വന്നേ, ജസ്റ്റ് വണ്ട പറേ. കളിക്കാൻ നിൽക്കല്ലേ കേട്ടോ, എല്ലാവരും എണീപ്പിക്കും. എനിക്ക് അറിയാം എണീപ്പിക്കാനായിട്ട്. കളിക്കാൻ നിൽക്കരുത് കേട്ടോ. കാര്യം നോക്കി പോകും. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കും. ഓവറാക്കല്ലേ. കിടന്നിട്ട് എല്ലാവരും എണീപ്പിക്കാൻ മോളാരാ ആരെങ്കിലും ആയിക്കോട്ടെ. മോളുടെ അത്ര ഇതില്ലല്ലോ. എന്നതാടിയാ കൊച്ചിനൊരു കിരികിരിപ്പ്. എന്റെ അന്നമ്മോ, ഓൾക്ക് ഹൈപ്പർ ടെൻഷനാ. ഇത് ആരെ ബ്ലാങ്കറ്റ് ഞാൻ കൊണ്ടു നിർത്തേക്കണ? ഇയാൾ ബ്ലാങ്കറ്റ് ഇടണ്ടല്ലേ? ഇതോടെ നിർത്താ. എവിടെന്ന് വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. സാരമില്ല, ബോറായിക്കോട്ടെ, കുഴപ്പമില്ല. അനീഷിന്റെ വേലക്കാരവര് നിങ്ങൾ രണ്ടുപേരും. കുറച്ചുകൂടെ അന്തസ്സായിട്ട് സംസാരിച്ചൂടെ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ആ അതവിടെ കൊണ്ടുപോയില്ല, വെക്കൂല, വെറുതെ ഇടപെടാൻ നിൽക്കണ്ട. ഇവളുമാരെ കൊണ്ട് ഞാൻ തോറ്റു. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഞാൻ അലമ്പുണ്ടാക്കൂടാ, എന്റെ അവസാനത്തെ ആഗ്രഹം ഇത്. അതത്ര ശരിയല്ല. വെറുതെ പരിപാടിയാണ്. എന്നിട്ട് വേണം അയാൾ ഇവിടെ ബെഡ്മേൽ വന്നിട്ട് എടുത്തു വെക്കാൻ. ആയിക്കോട്ടെ, പോ നോക്ക്. ബൈ. ഇല്ല, ഒരു പോവാൻ നോക്കലോ. പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. കേട്ടാ, ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ അങ്ങനെ വിടുമെന്നൊന്നും കരുതണ്ട. നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ ഞാൻ ഉണ്ടാവും. Wherever you go, I'll be there. ഉറങ്ങുന്നിടത്ത് ഇങ്ങനെ ചെയ്യല്ലേ. എന്തായിരുന്നു നേരത്തെ? എന്തായിരുന്നു ഞാൻ പറഞ്ഞ? നമുക്ക് തന്നെ അറിയാം. അത് പോട്ടടാ ലാബു. അല്ല പിന്നെ മോളെ കാര്യം ഞാൻ പറഞ്ഞു. കഴിയാണ്ട് അവിടെ പോയി കിടന്നത് വരൂലെന്ന് പറഞ്ഞിട്ടില്ല. ഇത് നോമിനേറ്റ് ചെയ്തോ, പോ, സംസാരിക്കണ്ട ആവശ്യമില്ല. നീ പോടാ. ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച്. മോളൊന്നാവാതെ ശരിയാക്കിട്ടോ. ഇത്ര ശരി മതി. മോളെ സ്വഭാവത്തിന് ഇത്ര ശരി മതി. സൂക്ഷിച്ച് സംസാരിച്ചില്ല, സൗകര്യമില്ല. ഭരിക്കാൻ വരില്ലേ? എന്ത് ഭരിക്കാൻ വരില്ലെന്ന് പോടർക്കാൻ. സൂക്ഷിച്ച് സംസാരിച്ചു, അതാണ് നല്ലത്. സൂക്ഷിച്ച് സംസാരില്ല, സൗകര്യമില്ല. പറഞ്ഞില്ലേ? ഓക്കെ, മോള് ഞാനിങ്ങനെ നിക്കാം. നിങ്ങളിനി ഇങ്ങോട്ട് വന്നു ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഒന്നീ ഞാൻ നാറും, അല്ലെങ്കിൽ ഞാൻ നേടും. ഞാൻ പറയാം, ബാക്കി ആർക്കൊന്നും കുഴപ്പമില്ലാത്തതെന്ന്. ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വായിച്ചു നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മയില്ല. സംസാരത്തിൽ അല്പം മാന്യതയാവാം. ഇതിലും ചീപ്പായ ഒരു വാക്ക് കിട്ടാനില്ല എനിക്ക്. എങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് ഭേദം. അയ്യോ, ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തത്. അങ്ങനെ നിൽക്കുന്നവരല്ല. നിന്റെ വീട്ടിലോട്ട് പോലും കേട്ടത്തോളമാരാ. അയ്യോ, എന്നിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി കിടന്ന്
ഒറ്റ കീറി ഞാൻ വെച്ചെന്നുണ്ടല്ലോ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വിവരം കേട്ടവന്റെ ഗീർവാണം കേട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഞാൻ ചോദിക്കുകയാണ്. നിന്റെയൊക്കെ വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത ആൾക്കാർ, സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് ഒന്ന് പറയൂ. ആരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ആരെയാണ് ഉദ്ദേശിച്ചത്? എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങൾക്ക്. വിദ്യാഭ്യാസം ആഭാസമാക്കി മാറ്റരുത്. മാറ്റാം സാർ. മാറ്റില്ല സാർ. ആരാണ് വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത ആൾക്കാർ? ആരാണ് അവിടെ ജോലി ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർ? നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്? ആരെയാണ്? അപ്പൊ ലക്ഷ്മി തന്നെ പറയൂ. ലക്ഷ്മി ആരെയാണ് ഉദ്ദേശിച്ചത്? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇനിയിപ്പോ ഇതും പറഞ്ഞാലും വഴക്കിടണ്ട. നമ്മൾ നാറി, ശരിക്കും നാറി. ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ എനിക്കിവിടെ സമയമില്ല. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്? കണ്ടപ്പോ എനിക്ക് വ്യക്തമായി സാർ, ഇത് ആദിലെ നൂറെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണെന്ന് എനിക്ക് വ്യക്തമായി. അന്ന് ഫാക്ടറിയിൽ വെച്ചിട്ട് ലൈക്ക് ഒരു വാക്ക് തർക്കം ആദിലെയും മസ്താനി ഉണ്ടായപ്പം തന്നെ മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ആദ്യം നിന്നെ പോയി മാറ്റുന്നുള്ളത്. അവരങ്ങനെയും പറഞ്ഞു. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതെന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായില്ല. അല്ല, അത് ഞാൻ ഗെയിം റിലേറ്റഡ് ആണ്. പുള്ളിക്കാരിക്ക് ഗെയിം ടാസ്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ കൂടെ അതിന് നീ ആദ്യം നിന്നെ പോയി മാറ്റുന്നല്ലോ പറയേണ്ടത്. ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത്? കേക്കട്ടെ. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അനുവദിക്കുന്ന പ്രശ്നമില്ല. അനുവദിക്കണ്ട. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ആളാണോ? അല്ലല്ല. വക്കീലിന്റെ പ്രഖ്യാപനം കേട്ടപ്പോ എനിക്ക് തന്നെ അങ്ങനെ ഒരു സംശയം. അങ്ങനൊന്നും ഇല്ല സാർ. ചിലപ്പോ മാഡം അങ്ങനെ തെറ്റിദ്ധരിച്ച് കാണും. നിങ്ങൾ എന്താ പറഞ്ഞ? ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ വരുത്ത. എന്റെ വീട്ടിൽ വന്നു എന്താ കുഴപ്പം? ഇത് എന്താണ്? ഇത് ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ പുറത്തൊക്കെ ജീവിച്ച ആളല്ലേ? ഇഷ്ടപ്പെടുന്ന രണ്ട് മനസ്സുകളെ തമ്മിൽ ഒന്നിപ്പിക്കാനേ അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് മനസ്സുകൾ മാത്രം മതി. നിങ്ങൾ ഏത് സമൂഹത്തിലാണ്? മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനെ ഒരു ഷോയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ. ഐ ആം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ദിസ് ഈസ് റോങ്. മസ്താനി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇറക്കി വിടും, ഞാൻ എന്റെ ഫാമിലിയിൽ കേട്ടില്ല. ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. ഞാൻ ചോദിച്ചിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് മൈ കേസ്. ഞാൻ സംസാരിക്കാം മസ്താനിയോട്. ഞാനും ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ഞാൻ അഭിചേട്ടനോട് പറഞ്ഞൊരു കാര്യം. നിങ്ങളുടെ താല്പര്യം എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണ്. താനാരാ മതത്തിന്റെ കാവൽക്കാരനാ? ഒന്ന് ഇറങ്ങിപ്പോടോ. എന്റെ പേഴ്സണൽ പേഴ്സണൽ കാര്യമല്ലേ? നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ്, നിക്ഷിപ്തമാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. ലോ പോയിന്റ് കറക്റ്റ് അല്ലേ വക്കീലെ? പിന്നെ അല്ല സഹോ, നീ പൊരിക്കടാ. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? നീ അറിഞ്ഞ ഞാൻ പെട്ടു. എനിക്കിപ്പം എന്റെ അപ്പൊ ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. അവിടെ നിൽക്കാൻ താല്പര്യമില്ല. എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? പോണെങ്കിൽ പോവാശാനെ വിളിച്ചിട്ട് പോകച്ചേ. എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത് ഇപ്പോഴല്ല, വളരെയധികം പ്രശ്നം ഉണ്ടാവും. ലക്ഷ്മി, നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും. ബി കെയർഫുൾ. ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരോ അങ്ങനെ ഇതല്ല പറഞ്ഞേ. ഞാനൊരു അമ്മയാണ്. എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ്. ഏത് ഏജിലാണ് കുട്ടികളെ കാണണ്ടേ? ഷോ കാണുന്നതല്ലേ? നിങ്ങളുടെ അമ്മയും മകളും നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? വെറും ഒരു ഡ്രൈവറായി നിന്നെ വെറും ഒരു ഡ്രൈവറായി അല്ല നിങ്ങൾ കണ്ടത്. പക്ഷെ നീ വെറും ഒരു ഡ്രൈവർ തന്നെയാണ്. നീ ഞങ്ങളുടെ കള്ളം വാങ്ങിച്ചു കുടിച്ച് ഞങ്ങൾക്ക് ഫിലോസഫി അടിക്കുന്നു. എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ എനിക്കിവിടെ ഒന്ന് മനസ്സിലായിക്കോട്ടെ. ഏറ്റവും വലിയ ബുദ്ധിയായിട്ട് ഏറ്റവും വലിയ കാര്യം പറയുന്ന ഒരാളല്ലേ? ഞാൻ കൂടെ പറഞ്ഞു തരൂ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. ലക്ഷ്മിയും അതുപോലെ തന്നെ മസ്താനി 2 ദിവസങ്ങളിലായിട്ട് ഇതിനെ ഞങ്ങൾക്ക് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല, സമൂഹത്തിൽ തെറ്റായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചു. പക്ഷെ ഒരു മര്യാദ വേണ്ടേ? എനിക്ക് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു. എത്ര ലജ്ജാവഹം.
തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസം. ക്യാപ്റ്റൻ ചില പവർ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. നേരത്തെ എന്നെ എന്തൊക്കെയോ പറഞ്ഞല്ലേ. അതൊന്ന് മാറ്റി പറഞ്ഞാൽ നമുക്ക് വാതിൽ തുറക്കാൻ. ഒരിക്കലുമില്ല. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല രമണൻ. ക്യാപ്റ്റൻ സൂപ്പറാന്ന് മാത്രം പറഞ്ഞാൽ ഇത് കര വേറെ മനെ. അപ്പൊ ഞാൻ നിങ്ങൾ പറയുന്ന മാത്രം ക്യാപ്റ്റൻ ആയി പോകത്തില്ലേ? ഒരു വെറും മോശം ക്യാപ്റ്റൻ ആയി പോകത്തില്ലേ? ഒന്ന് മാറ്റി പറഞ്ഞാൽ മതി. വെറും മോശം ക്യാപ്റ്റൻ തന്നെയാണ്. വളരെ മോശം ക്യാപ്റ്റൻ വെച്ച് നടക്കുന്ന ഒരു ക്യാപ്റ്റൻ. ഈ സാധനം കൂട്ടിക്കെട്ടിട്ട് സമയം കഴിഞ്ഞു. ഞങ്ങൾക്ക് വാഷ്റൂം പോകണം. ക്യാപ്റ്റൻ ഒരു എന്തൊക്കെയോ പറഞ്ഞ് ചീഞ്ഞ് നാറി എന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ കിടന്നു. ഈ ഇമാതിരി ചീപ്പ് ഷോ. താങ്ക് യു. നീ അവിടെ തന്നെ കിടക്കടാ. നീ അവിടെ തന്നെ കിടക്കും. ഞാൻ കാണിച്ചു തരാം. വാഷ്റൂം പോകണം. ഞാൻ തുറന്നിട്ട് നീ വാഷ്റൂമിൽ പോകുന്ന എനിക്കൊന്ന് കാണണം. ഇവിടെ വന്ന് കണ്ടേ അത് നിന്റെ കെട്ടിയോടൊന്ന് പറഞ്ഞാൽ മതി. ഇത് ആള് വേറെ കളി ഒരുപാട് കണ്ടവനാ ഞാൻ. ബിഗ് ബോസ് ഞങ്ങൾക്ക് വാഷ്റൂം പോകണം. എന്നോട് സോറി പറയാതെ ഞാൻ തുറക്കത്തില്ല. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. അതിനുള്ള സോറി പറയണമെന്ന് പറഞ്ഞു. ഒരു സോറി പറയില്ല. നിന്നോട് എന്തിനാടി ഞാൻ സോറി പറയണേ? നിന്നോട് എന്തിനാടി സോറി പറയണേ? പിന്നെ ഫോണ് എന്റെ പട്ടി വിളിക്കും. ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവായിരിക്കും. ഇവിടെ ഉണ്ടായിരുന്നോ? തനിക്ക് എന്താ ഇവിടെ കാര്യം? തന്നോട് ഞാൻ പറഞ്ഞോ ഈ കാര്യത്തിൽ ഇടപെടാൻ? ഇല്ല, എന്നോട് ആരും പറഞ്ഞില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഒരു ചാൻസ് ഇട്ടപ്പോഴേക്കും തളപ്പെട്ട് കയറല്ലേ. എന്താ രാമേന്ദ്ര പ്രശ്നം? ഒരു സോറി പറഞ്ഞോ? മടിക്കണ്ട പറഞ്ഞോ. സോറി എന്ന് ഞാൻ പറയില്ലട നാറി. നിന്റെ കെട്ടിയോനോട് അർത്ഥം മതി, എന്നോട് അർത്ഥണ്ട. അവിടെ വെച്ചോ. നിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞല്ലോ വരാന്ത വരെ കേട്ടുള്ളൂ ആ കുട്ടികളെ. ആ സംസ്കാരം അർത്ഥണ്ട. ഞാൻ കയറിപ്പോയോ? എനിക്ക് ഇന്നറിയണം. കഷ്ടം. മനസ്സിലായോ? ഇത് കടിക്കൂ. ആളുകളെ കണ്ടിട്ടില്ലാന്നോ എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. താൻ തന്റെ പണിയൊക്കെ നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടോ? ഇതിന് സോറി കിട്ടാതെ ഞാൻ തുറക്കില്ല ബിഗ് ബോസ്. ഷാനവാസിന് പുറത്തിറങ്ങാൻ പറ്റില്ല വിത്തൗട്ട് സോറി. ചോറ്റാനിക്കര ഭഗവതിയാണ് ഇത്. സത്യം സത്യം സത്യം. എനിക്ക് കിട്ടേണ്ട റെസ്പെക്ട് ആസ് എ ക്യാപ്റ്റൻ എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ തുറക്കത്തുള്ളൂ ബിഗ് ബോസ്. അല്ല ഞാൻ തുറക്കില്ല ബിഗ് ബോസ്. ഉറപ്പിക്കാമോ? ആരുടെയും പ്രാഥമിക ആവശ്യങ്ങൾ നിഷേധിക്കാൻ സാധിക്കില്ല. ബിഗ് ബോസ് അപ്പൊ ക്യാപ്റ്റനെ ഇൻസൾട്ട് ചെയ്യുന്നതോ വലിച്ചെറിയുന്നതോ ഒത്തില്ല. മനോഹര. ജയില് തുറക്കൂ ക്യാപ്റ്റൻ. ജയില് തുറക്കൂ. മര്യാദക്ക് ജയില് തുറക്കൂ. മിണ്ടില്ല ഞാൻ. പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ? നിങ്ങളുടെ ചീപ്പ് ഷോ കണ്ടിട്ടല്ല ഞാൻ തോന്നുന്നത്. ഐ റെസ്പെക്ട് ബിഗ് ബോസ്. അല്ലാതെ നിങ്ങളെ പോലെ ആരെയും റെസ്പെക്ട് ചെയ്യാതെ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ റെസ്പെക്ട് ചെയ്യാതെ ഇങ്ങനെ കാണിക്കുന്നല്ല. ഈ ഇരിപ്പൊരു സുഖം. ഇപ്പൊ സോറി പറയാതെ നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഒരു മിനിറ്റ് ആലോചിക്കാൻ സമയമില്ല പ്ലീസ്. പോലെ ഷാനവാസ എന്തിനാ ഷാനവാസിനെ ഓവറാക്കണം? ഷാനവാസെ കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ആലോചിക്കട്ടെ. ഇത്രയും വലിയ രഹസ്യം സൂക്ഷിക്കാനുള്ള കൽപ്പിരിക്കില്ല എന്റെ പ്രേമ. ഒരു ഗെയിം നടക്കുന്നുണ്ട്. ബാഡ് ഓപ്ഷൻ. സൈഡിലൊരു സീക്രട്ട് ടാസ്ക്.
ദൈവമേ ഇവിടെ നിന്ന് നാശമാക്കും. ഞാൻ നീയൊന്നും അറിയാതെ അനീഷ് ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ? ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു. എനിക്കറിയില്ല ലാലേട്ടാ, എനിക്ക് അതിനെ കുറിച്ചല്ല. കാരണം വെച്ചാൽ അപ്പൊ നിങ്ങളെ വിളിച്ച ആൾക്കാരുടെ കുഴപ്പമാണ്. അതെ, തീർച്ചയായിട്ടും. അക്ബറെ, എന്തിനാണ് അക്ബറെ വിളിച്ചത്? എന്റെ മനസ്സിൽ ഒരു സീക്രട്ട് ടാസ്കിനെ എങ്ങനെ മോശമാക്കി, ഒരു ഗെയിമിനെ എങ്ങനെ കുളമാക്കാൻ അതിൽ PhD എടുത്ത ആളാണ്. ഞാൻ ഏത് ഗെയിമാണ് മോശമാക്കിയത്? ലക്ഷ്മി, ഏത് ഗെയിമാണ് ഷാനവാസ് കുളമാക്കിയെന്ന് പറഞ്ഞു? ഇതാ സാർ, ഇതിനു മുന്നേ ഫാക്ടറി ടാസ്ക് കൊളവാക്കുന്നത് കണ്ടിട്ടുണ്ട്. ആൾക്ക് മനസ്സിലായിട്ടില്ല. ഈ ഫയൽ നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാണ്. വേറെയുള്ള ടാസ്കുകളാണെങ്കിലും സംസാരിക്കട്ടെ. ഹലോ ഷാനവാസ്, അയാൾ സംസാരിക്കാൻ സമയം കൊടുക്കും. എന്തോ ഒരു കഷ്ടമാണെന്ന് പറഞ്ഞു. റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. ഞാൻ എല്ലാ ആഴ്ചയും കാണാൻ വേണ്ടി ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ്. നിങ്ങൾക്ക് മര്യാദയ്ക്കിരുന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. എല്ലായിടത്തായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ചീള് കേസ് റിപ്പീറ്റ് ചെയ്യാതെ മക്കൾ വീട്ടിൽ പോകും. ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്താൽ എന്താ പ്രയാസം? അതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിച്ച ഞാൻ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? ഷാനവാസ്, ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. ഷാനവാസാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അയാൾക്ക് സംസാരിക്കാനും വേറൊരാൾക്ക് സംസാരിക്കാനും അവസരം കൊടുത്താൽ ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ നോക്കൂ. ഇതെന്ത് കഷ്ടമുള്ളത്, ഇവനൊരു എല്ല് കൂടുതലാണല്ലോ സാറേ. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സംസാരിച്ചോളൂ. ഷാനവാസിന് എല്ലാ ഈ ഗെയിം കുളമാക്കി കൊടുത്തിട്ട് താൻ വലിയൊരു മിടുക്കനായി എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ടോ? സർ ക്ഷമിക്കണം. അക്ബർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടോ? പിന്നല്ലാണ്ട് ഇവിടെ തന്നെ എത്രയോ വട്ടം ഞാൻ സാബുചേട്ടുള്ളപ്പോ പറഞ്ഞു ഞാനത് കൊളാക്കി, എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, എന്റെ മുമ്പിൽ നിങ്ങൾ തോറ്റുപോയി, കൊളായി പോയി, ഞാൻ കൊളാക്കി, അങ്ങനെയൊക്കെ എത്രയോ വട്ടം പറഞ്ഞു. ഞാനോ എപ്പോ അങ്ങനെ കംപ്ലീറ്റ് അലപ്പ് ഇവന്റെ ഭാഗത്തുണ്ട്. ഷാനവാസ്, അവിടെ ഒരു ഗെയിം കളിക്കുമ്പോൾ പ്ലാനിങ്ങുകൾ ഉണ്ടാവും. അതിനെ ഓവർകം ചെയ്യാനാണ് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ഒരു ഗെയിം കുളമാക്കിയിട്ട് കളിക്കുകയല്ല വേണ്ട. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അല്ല, അത് ഗെയിം കുളമാക്കിയതാണ്, ആ ഗെയിം ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇവര് എന്തോ എനിക്കിട്ട് എന്തോ ട്രാപ്പാണെന്നല്ല ഞാൻ മനസ്സിലാക്കി. ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞു. എനിക്ക് ഞാൻ ഇതിനു മുമ്പ് സീക്രട്ട് ടാസ്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എല്ലാവരോടും പറയും ഒരു ഗെയിം കളിക്കും, അത് തന്നെ ഒരു സീക്രട്ടിനെ പൊളിക്കല്ലേ. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്. ഷാനവാസ് ഒരിക്കലും അമ്മയെ പറഞ്ഞിട്ടില്ല. ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരുടെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടോ? ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരുടെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടോ? അതായത് അങ്ങനെ ഷാനവാസ് ഒരുപാട് പേരുടെ അച്ഛനെ പറയുന്നുണ്ട്. അത് തെറ്റാണ്. ഞാനത് ലാലേട്ടൻ പറഞ്ഞു. ഷാനവാസ്, ഒരു മിനിറ്റ്, ഞാൻ വീണ്ടും പറയുന്നു, ഷാനവാസ് സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ തെറ്റാണ്. എല്ലാവരും എടി പൊടി എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇന്നലെ അങ്ങനെ പറ്റിപ്പോയതാ. എന്തിനാണ് ഇങ്ങനെ പറയണേ? വീണ്ടും ഈ എടി പൊടി വിളിക്കുന്നത്? സോറി. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കും തോന്നിയത്. പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. അദ്ദേഹം പലപ്പോഴും ആൾക്കാരുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയാറില്ലേ? പറയാറുണ്ട്. നിങ്ങൾ പറഞ്ഞു കൊടുത്തോടെ അങ്ങനെ പറയരുതെന്ന്. നിങ്ങൾ വലിയ ഫ്രണ്ട് അല്ലേ? ചോദിക്കുമ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളോട് അങ്ങനെ ഭാഷ ഉപയോഗിക്കരുത്. എന്റെ ഷാനവാസ്, ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ സംസാരിക്കും, ഇവിടെ വരൂ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഷാനവാസ്, അയാളൊന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ലേ നിങ്ങളെ? ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോണോ? നിങ്ങളെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? അല്ല, അയാൾ പറയട്ടെ. ഞാൻ അയാളല്ലേ സംസാരിക്കാൻ വിളിച്ചേ? അയാൾക്ക് നിങ്ങൾ ആര് സംസാരിക്കാൻ വിളിച്ചാൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൈവക്കി കാണിക്കുന്നത്? ശീലായി പോയി, മാറ്റിക്കോളാം. എല്ലാരും ഇങ്ങനെ കൈ കാണിക്കാറുണ്ട്. അപ്പൊ ഞാൻ കൈ കാണിച്ചു. എന്താ എന്റെ ഈ സംസാരത്തിലൊരു ദേഷ്യം പോലെ? എന്ത് ദേഷ്യം? സൂര്യ, നിനക്ക് തോന്നിയില്ലേ യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞ പോലെ ഒരു അവജ്ഞയും പുച്ചു തോന്നി? അല്ല, ആയിക്കോട്ടെ, അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്. ഇപ്പൊ നിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്കപ്പോ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കൈ കാണിക്കുന്നത്? ബഹളം ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല, അതിനുള്ള കഴിവുമില്ല. അപ്പൊ ഷാനവാസ്, വളരെ ആത്മാർത്ഥമായ ഷാനവാസിന് ഞാനൊരു 7ന്റെ പണി തരുന്നുണ്ട്. താങ്ക് യു. ഇതൊക്കെയാണോ ഒരു അഹങ്കാരത്തിന്റെ ധ്വനിയുണ്ട്? എനിക്കും തോന്നിയത്. വെള്ളത്തിലൊന്നും എടുക്കല്ലേ. താങ്ക് യു എന്ന് പറയണ്ട. അല്ല, ഒരു നിന്റെ ഭാവി കച്ചപ്പോക. താങ്ക് യു എന്ന് പറയണ്ട. അല്ല, ഒരുപാട് നന്ദി പറയേണ്ടി വരും ഷോ കഴിയുന്നതിന് മുമ്പ്.
അത് വഴിയേ അറിഞ്ഞോളൂ. പിന്നെ അനുഭവിച്ചോട്ടാ. ഒരു സോറി, ഇത്രയും നേരമായി ഒരു സോറി അറിയാതെ ഗെയിമിന്റെ ഇടയ്ക്ക് പറ്റി ഒരു സോറി എന്ന് ഞാൻ പറയില്ലട നാറി. ആദ്യം തന്നെ ഞാൻ തെറ്റുകാരനാക്കി ചിത്രീകരിച്ചു. അപ്പൊ ഞാൻ നിന്നെ പോലെ ഒരു ജീവിയോട് സംസാരിച്ച് എനിക്കത് കളയാനില്ല. എനിക്ക് വായി തോന്നുന്ന ക്യാമറ അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ തീരുമാനിച്ചു. ഇയാളോട് സംസാരിച്ച ശരിയാവൂല. ഇനി എന്നോട് മിണ്ടണ്ട. അതാ നല്ലത്. ബ്ലഡ് വന്ന എനിക്കൊരു പ്രശ്നമില്ല. ഓരോ ഭാഗങ്ങൾ എനിക്ക് ഇടിച്ച് പഞ്ചറായിരിക്കും ഇയാളുടെ വെയിറ്റ് കാരണം. ഇങ്ങനെ ഓവറാവല്ലേ അനുമോളെ? നീ കാണിച്ച തെണ്ടിത്തരത്തിന് ഓടിച്ചത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല. ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലടാ. അറിയാതെ നിന്റെ കയ്യിൽ സോറി പറയുന്നില്ല. എന്നെ പിന്നെ സോറി പറ. സോറി ഞാൻ പറയില്ല. എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല അതിനെന്ത് ഇൻസ്പെക്ടർ? നോ 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 നോ, ആ കണ്ണുകൾ തുടയ്ക്കാൻ മാർസി. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഞാൻ ബസ്സിന്റെ കാര്യം ഹിന്റ് കൊടുത്തത് എന്റെ പുറത്തോട്ട് ചായ ഇരിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തത്. എന്നിട്ടും ബസ്സിന്റെ കാര്യം ബസ്സിൽ ചില ആൾക്കാർ അതാണ് നിന്റെ സ്റ്റാൻഡേർഡ്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അതാണ് നിന്റെ മനസ്സിലെ കറുപ്പ്. നീ ആദ്യം അത് മാറ്റേ. കുറച്ച് ആൾക്കാരെ മരുന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഇത് ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. ഒരുമാതിരി പോക്കരത്തരം പറഞ്ഞാലുണ്ടല്ലോ. എന്തുള്ളത്തിനും പറയാനാണോ? എനിക്കിവിടെ പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ. എടി നിനക്കെന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. അതിന് കളി വന്ന് എന്തൊക്കെ ചെയ്യുന്നറിയോ? കടിക്കും മാന്തം പിച്ചു ചെന്ന് കീറും. എന്നെ നിന്റെ എല്ലില്ലാത്ത നാവിന്റെ ചെലക്കിലിയാ നിർത്തി തരടി. അതിനുള്ള ദൂരമൊന്നും ഇല്ല. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. വളരെ മോശമായി പോയി. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ. പിന്നെ ഒരു തോൽവി അയൽക്കാരനും. എന്റെ മാഷേ നാണമില്ലല്ലോ. അല്ല അങ്ങനെ പറയാൻ പാടില്ലെന്നാ പറഞ്ഞേ. മാറി നിൽക്കാനേ പറയാമുള്ളൂ. സന്തോഷമുണ്ടേ. ഇതൊന്നും വെറും കുരിശല്ല, മുള്ളുമുരുക്കി കൊണ്ടുണ്ടാക്കിയ കുരിശ. ശരി നിക്കട്ടെന്ന് പറഞ്ഞ് നിക്കണോ? അങ്ങനല്ല. എനിക്കിത് അൺകംഫർട്ടബിൾ ആണ്. കുറച്ച് മാറി നിൽക്കുന്നു പറ. എടാ നിനക്ക് വേറെ പണിയില്ലേ? എന്തോ സ്വൽപ്പനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ. നിനക്ക് ഗുരു ഉണ്ട് പോകൂടാ. എന്താണിത്? പട്ടി ഷോ കാണിക്കാൻ വീണ്ടും വരുന്നുണ്ട്. പട്ടി ഷോ ജീവിതത്തിൽ ഒരിക്കൽ ജയിക്കുകയും ചെയ്യും. അതിനൊരു അരമണിക്കൂറത്തെ ഷോ. ആകെ പരിപാടി 1 മണിക്കൂറേ ഉള്ളൂ. പൊക്കോ. നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ. കാലം മാറി രാജ. എനിക്ക് ജീവിക്കണ്ട. അങ്ങോട്ട് കഷ്ടപ്പെട്ട് ഞാനിരുന്നല്ലേ. ആദ്യം നിന്നോട് ദൈവം പോലും പൊറുക്കുകയാണ്. വെറും ബോറനല്ലേ? ആരും എടുക്കാൻ പോയില്ല. ഞാൻ എല്ലാവർക്കും തരാന്നല്ലേ പറഞ്ഞോളൂ. അവളുടെ മനസ്സിൽ എന്ത് കൊണ്ടുപോകണമെന്ന് എനിക്കറിഞ്ഞു. ഞാൻ വിളമ്പിക്കോളാം. നീ പോ. ഞാൻ വിളമ്പിക്കോളാം. എല്ലാവർക്കും ഒരേപോലെ കിട്ടും. അനു നീ പോയി മുട്ട ഉണ്ടാക്കി ചെല്ലേ. ഞാൻ വിളമ്പാ ചെല്ലേ.
ഞാൻ വിളമ്പിയാലും ചോറ് തന്നെ വീഴുന്നത്. അതിനോട് പ്രസക്തിയില്ല. പിന്നെ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്? എല്ലാവർക്കും വിളമ്പണ്ടേ? നിന്റെ കാണിച്ചു കൂട്ടലൊന്നുമില്ലേ? നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാ. ഒരു കാര്യം ചെയ്യ്, കെട്ടിലമ്മ ചമയാൻ വന്നേക്കണേ. കെട്ടിലമ്മയല്ല, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം നാടകം. ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ അറിയാം, എനിക്ക് കൊടുക്കാനും അറിയാം. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ വായിലോട്ട് ഇടുന്നത് എന്റെ കൂടെ എടുത്തിട്ട് അണ്ണാക്കിലിട്ട് നീ കുറച്ച് വെള്ളം കുടിച്ച് ഇറക്കും. നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? നീ പോടാ, എന്നെ ഭരിക്കാൻ വന്നാൽ നീ ആയിരിക്കും ഇവിടുന്ന് പുറത്തു പോകുന്നത്. ഓ പിന്നെ അതിന് നിന്റെ മാറ്റം വരണം. ആദ്യം സ്വന്തം മാറ്റം എന്താണ് വരുത്തേണ്ടതെന്നുള്ള ചിന്തിക്കാൻ ചെയ്യേണ്ടത്. ഇറങ്ങി ഓടല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങി ഓടി. ആവശ്യം ഞാൻ വിളമ്പും. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ? രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ, ആ പ്രശ്നം സോൾവ് ആവട്ടെ. മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സമയം നന്നായിരുന്നു, ഇപ്പൊ മോശ. എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ അതിലെ അടുത്ത് കുറച്ച് കറി കിട്ടുമെന്ന് ചോദിച്ചപ്പോ അവള് എടുത്തേക്കുമ്പോ ഇവൾക്ക് എന്താ പ്രശ്നം? അവള് കുറച്ച് കറി ഇട്ടുമ്പോ കാരണം എന്താണെന്നറിയാമോ? എനിക്കിത് ഇഷ്ടമില്ല. അതിനാണ് ഇതൊക്കെ ചെയ്തത്. ഉള്ളിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് ഉള്ളിരിപ്പ് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഇത്രയും നാൾ കൂടെ നിന്ന് എന്തിനാണെന്നും എല്ലാം മനസ്സിലായി. യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ശരിയാ, ഓളെ തെറ്റ് കണ്ടാലും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. നേരത്തെ ന്യായം. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആവശ്യമില്ലാത്ത കുറെ കാര്യം. അല്ല, കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല അനീഷ. ഈ പറയുന്ന കാര്യത്തിൽ കയമ്പുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ പെൺകുട്ടികൾ തമ്മിലുള്ള വഴക്ക് അതങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. ഇവളുമായിട്ടുള്ള എന്റെ വഴക്ക് ഈ ജന്മം തീരുന്നു തോന്നുന്നില്ല. ഒട്ടി നിന്നാണ് ചെയ്യുന്നത്. ആ പാവ അനീഷനാണ് സഹായിച്ചിട്ടുള്ളത്. അവളെ ഞാൻ കൊരിച്ചെടുത്ത് കൂപ്പിലിടിച്ച് ചവിട്ട് കൊടി തടിച്ചന പൊട്ടിച്ചന. അവിടെ പോയിരുന്ന് കഴിക്കി. അവിടെ പോയിരിക്കുന്ന കരയരുത്. ഒരാളുടെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. ചാരിറ്റിയാണ് എന്റെ ലക്ഷ്യം. കഴിഞ്ഞിട്ടില്ല. നീ ഫൈൻ ഫയൽ വന്നതിന്റെ അഹങ്കാരല്ലേ നീ കാണിക്കുന്നത്? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഓ, ഇപ്പൊ അങ്ങനായോ? നിനക്ക് പിന്നെ അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അവള് ടാസ്ക് വിൻ ചെയ്തിട്ട് പോയതാണ്, PR-ന്റെ ബലത്തിൽ പോയതല്ല. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു. കയ്യാങ്കളി നീയായിട്ട് തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഇനി അതങ്ങോട്ട് തീർത്തേച്ച് പോയാ ഫൈനൽ ഫൈവിനെ തൊട്ട് കളിക്കുന്നത് ഫൈനൽ ഫൈവിന് അഹങ്കാരം എന്ന് പറയുന്നത്? എന്തിനാ ഫൈനൽ ഫൈവിന് അഹങ്കാരം എന്ന് പറയുന്നത്? ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു. നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി, ഇന്ന് തൊട്ട് മനസ്സിലായി. നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് നീ കിടന്ന് ഓവറാക്കുന്നത്. ചവിട്ടിയല്ല ഇന്നത്തോടെ നീ ആയിട്ടുള്ള പൊറുതി മതിയാക്കി. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഫൈനൽ ഫൈവിന്റെ അഹങ്കാരം ഒന്നല്ലേ പൊക്കി പറയാന്ന് വിചാരിക്കരുത്. ഭയങ്കര ബോറ് ക്യാരക്ടർ അവളുടെ. എന്റെ എളിമ കൊണ്ട് പല കാര്യങ്ങളും ഞാനിവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാനൊന്ന് തുറന്ന് പറയാൻ പോവാ. PR-ന്റെ ബലത്തിൽ തന്നെ. അതാണല്ലോ മോക്ക് എന്നെ ഒരു വിലയില്ലാത്ത. നീ ഇമോഷണൽ ആവരുത്. നല്ലോണം മനസ്സിലായി. നിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായി. ദൈവം തന്നെ കാണിച്ചു തന്നത്. കിച്ചണിലിട്ട് നന്നായി ഞാൻ വിചാരിക്കുള്ളൂ. സ്വഭാവം തനി കോണം മനസ്സിലായി. എവിടെന്തോ വന്ന നമ്മള് ഇത്രയും കാലം കൂടെ പിറപ്പുകളെ പോലെ ജീവിച്ചു. ഇപ്പൊ നമ്മള് പിരിയാ. ഡിങ്കം വരുന്നുണ്ട് രക്ഷപ്പെടുത്താൻ. ദൈവദോഷം പറയലടാ, അങ്ങനൊന്നുമില്ല അത് പോകുന്നത്. വസന്ത പിടിച്ച താറാവിനെ പോലെയാ. അധികം സമ്മതിക്കും. അഖിൽമാരാറ് സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കോ, നമുക്ക് ഇനി ഒന്ന് കാണാം. പിന്നെന്താ, വിത്ത് പ്ലഷർ. നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കിട്ടൂടി കിട്ടും, കിട്ടേണ്ടതാണ്. കിട്ടാണ്ടോടെ പോനാ അല്ലേ? പിന്നല്ലാതെ. ബിഗ് ബോസ് സീസൺ 7 വിന്നർ നിങ്ങൾ എനിക്ക് വിളക്ക് തരണം, ഞാനിത് അങ്ങോട്ട് എടുക്കുക. ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുമ്പോൾ ആലോചിക്കണായിരുന്നു.
രണ്ടു ദിവസം എയറിലേക്ക് പോവാ. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. കണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. ഒരുവിധം അങ്ങനെ ഉറപ്പിച്ചു വന്നതായിരുന്നു, സ്വല്പം അങ്ങോട്ട് മാറിപ്പോയി. ഒരുമാതിരി ചെയ്തായി പോയി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇന്നാ ഇതൊക്കെ ഒരു നിമിത്തം. 25 പേരിൽ 24 പേർക്കും എന്നെ ഇഷ്ടമല്ലാന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇതൊക്കെ ഓഡിയൻസ് കാണുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരാളെ നമ്മൾ ഇപ്പൊ ഞാനാണ് ഔട്ടായെന്ന് വിചാരിച്ചോളൂ, എനിക്ക് കിട്ടാത്തത് ഒരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുക. ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ പറയരുത്. ടാക്സ് ഒന്നും ഇല്ലല്ലോ, ഫ്രീ അല്ലേ. പക്ഷെ ഇവര് എന്തിന്റെ പുറത്താണെന്ന് എനിക്കറിയില്ല. വന്നപ്പോൾ തന്നെ ആദ്യം എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നെ അവരൊരു ടൈം നോക്കിയിരിക്കുകയായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും പണത്തിന്റെ ഒക്കെ ത്രാസിലിട്ടാണല്ലോ നിങ്ങൾ എന്റെ സ്നേഹത്തിന് വില കൽപ്പിച്ചത്. പുറത്തിറങ്ങി റിയാക്ഷനിലൂടെയാണ് അവർ എൻ്റെ അടുത്ത് കാണിക്കുന്നത്. ഞാൻ കാരണം, ഇവർ കാരണം, ഫുള്ള് ഞാൻ കാരണം എന്നുള്ള രീതിയിലാണ്. അപ്പം അവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടാത്തത് അവർക്കും ഒന്നുമില്ല, പെട്ടെന്ന് എനിക്ക് ടെൻഷൻ ആവുമ്പോ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വിക്ക് വരും. അവർക്ക് കിട്ടാതെ എനിക്കും കിട്ടില്ലെന്ന് ഉള്ളൊരു ആഗ്രഹം, അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നെ റിയാക്ട് ചെയ്യാൻ കാരണം. എനിക്ക് പലപ്പോഴും തോന്നുന്നു ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തു, ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും, കാരണം ഞാൻ പിശിക്കുകയാണ് പൈസയുടെ കാര്യത്തിൽ. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടൂ? ആന്റി ചോദിച്ചത് കേട്ടില്ലേ? ഉത്തരം പറയണം. ചോദിക്ക്, ഓരോന്നേ അങ്ങോട്ട് എണ്ണി ചോദിക്കാണ്ടി. അനുവിൽ നിന്ന് നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ചോദിക്കുന്നതെന്ന് കുറച്ച് പേര് പറഞ്ഞു. അനുവിന് ഓൾറെഡി ഫെയിം ഉള്ളത് കൊണ്ട്. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. വരുന്നവരിൽ അനുവിന് കുറച്ച് ഫെയിം ഉള്ളത് കൊണ്ട് അനുവിന് വലിയ എമൗണ്ടും തരണ്ട. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ നമ്മളെ സർപ്രൈസ് ചെയ്ത കാര്യം പുറത്ത് പറയുന്നത് അങ്ങനെയാണ്. അതായത് അനുവിനെ ജയിപ്പിക്കുന്നത് PR ആണ്. ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് കപ്പ് കിട്ടുമെന്ന്. എന്തോ 50,000 രൂപ കൊടുത്താൽ വോട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ. ആർക്ക് അതറിയില്ല, എപ്പിസോഡിൽ പോയതാണ്. ഞാൻ പറഞ്ഞു 50,000 പറഞ്ഞ വോട്ട് മേടിച്ചു തരാം ഞാൻ പറഞ്ഞു. ആരാടാ റമോ നിന്നോട് അപവാദമൊക്കെ പറയുന്നത്? PR-ന്റെ അടുത്ത് 50,000 രൂപ കൊടുത്താൽ അവര് വോട്ട് മേടിച്ചു കൊടുക്കും. അയ്യോ, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കത് ഓർമ്മയില്ല, എനിക്കറിയത്തില്ല. അയ്യോ, എല്ലാം കള്ളവാ. വോട്ടിന്റെ കാര്യമല്ല, സപ്പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് അങ്ങനെയൊക്കെ ആക്കിക്കോട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ബിന്നി എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തേ. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16ന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. 15 കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട് എന്നല്ല, എന്നോട് ചോദിച്ച എമൗണ്ട് ആണ് 15 ലക്ഷം രൂപ. അതെനിക്ക് എവിടെയും പ്രൂവ് ചെയ്യാം. ഒരു ഉടായിപ്പിന്റെ നമ്മൾ അടിക്കുന്നില്ലേ? ഇതൊക്കെ ഉള്ളതാണോടാ? അതെന്നാ ചോദ്യം സത്യത്തിൽ എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. 16 ലക്ഷം രൂപ കൊടുത്തു. അനുവിന് ഇനി കിട്ടാൻ പോകുന്ന എല്ലാ ഇനോഗ്രേഷന്റെ ഒരു പെർസെന്റേജ് PR-നാണ്. അവരാണ് ഇനി അനുവിന്റെ ഒരു കൊല്ലം കാര്യങ്ങളൊക്കെ നോക്കുക. വെറുതെ പറയാണെന്ന്. വിന്നർ ആവാൻ വേണ്ടി ഒരുപാട് ഡ്രാമ വേണോ? ഡ്രാമ കാണിക്കുമെന്നോ? ഡ്രാമ വേണോന്ന് വേണം. തിരി തേങ്ങാൻ പിണ്ണാക്ക്, തിരി പരത്തി കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ Leaving for Kuwait. സാർ ഇതെന്തൊരു മാജിക്കാ? മാജിക് അല്ലടാ, ചാത്തൻ സേവ. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി കുട്ടിന്.